ഹബക്കൂക്കിൻ്റെ അധ്യായം 1:15. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ. നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. കാരുണ്യവാനായ നല്ല ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. നിങ്ങളുടെ നാളുകളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു, അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് അരുളി ചെയ്ത ജീവനുള്ള ദൈവമേ, ഓരോ വചനത്തിലൂടെയും ഇന്ന് ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അവരുടെ പദ്ധതികളിലെ പൂർത്തീകരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധ്യമാക്കി അവരെ ഓരോരുത്തരുടെയും അനുഗ്രഹിക്കണമേ. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുമെന്ന് ശൂനോക്കാരി സ്ത്രീയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മക്കൾ ഇല്ലാതിരുന്ന അവർക്ക് പ്രായമായ കാലത്ത് ദൈവം ഒരു മകനെ നൽകി. എന്നാൽ ആ കുട്ടി മരിച്ചു പോയപ്പോൾ ലോകം വിചാരിച്ചു എല്ലാം അവസാനിച്ചു. എങ്കിലും അവൾ ഭയപ്പെട്ടില്ല. എലീഷ്യ പ്രവാചകന്റെ അടുക്കൽ അവൾ ഓടിയെത്തി. അവളുടെ വിശ്വാസം അസാധ്യമാദ്യത്തിന് സാധ്യമാക്കി. മരിച്ചുപോയ മകൻ ജീവനിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ നാളുകളിൽ ദൈവം ഇത്തരം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും മരിച്ചുപോയെന്ന് നാം കരുതുന്ന പല സാഹചര്യങ്ങളിലും ജീവിപ്പിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മാത്രം മതി. വിശ്വാസത്തോടെ നമ്മൾ ഒരു വചനം ആവർത്തിച്ച് എഴുതുന്നതും നമ്മുടെ ഉത്ബോധ മനസ്സിനെ ദൈവിക ദാനങ്ങളിൽ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച് 33 വർഷങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ ജീവിതം മുഴുവനും അത്ഭുതങ്ങളിലും വിടുതലിൻ്റെയും കഥയായിരുന്നു. 33 തവണ ശ്രദ്ധയോടെ ഒരു വചനം എഴുതുമ്പോൾ നമ്മുടെ ഭയവും ആശങ്കകളും മാറി ദൈവത്തിൻ്റെ അവശ്യമായ പ്രവൃത്തികളിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കപ്പെടുന്നു. എഴുതുന്ന ഓരോ തവണയും നാം ദൈവത്തോട് പറയുമെന്ന്, കർത്താവേ, നീ എനിക്കായി ചെയ്യാൻ പോകുന്ന ഈ വലിയ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ ഒരു അത്ഭുത വചനം നിങ്ങൾ ഓർച്ച വിശ്വാസത്തോടെ 33 ദിവസം 33 തവണ എഴുതി പ്രാർത്ഥിക്കുക. നിങ്ങൾ അതിരാവിലെ എഴുതി പ്രാർത്ഥിക്കുകയാണെങ്കിൽ 3 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം ലഭിക്കുമെന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ഈ ഒരു വചനം എഴുതി പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിങ്ങളുടെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നീട് ഇതിനെക്കുറിച്ച് സംശയിക്കാൻ പാടില്ല. ഇത് എനിക്ക് കിട്ടുമോ, ഇതൊക്കെ ശരിയാകും, വിശ്വസിക്കാനുള്ള കാര്യം ആണോ എന്ന് സംശയിച്ചാൽ തീർച്ചയായും ഈ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കിട്ടാതെ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഈശോ സാധ്യമാക്കി തരും. അതിനാൽ ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഈ വചനം എഴുതാൻ.